ലൊട്ടയിൽ കയറലുണ്ടോ? ഞാൻ കയറലുണ്ട്. ഇപ്പൊ കയറണം നമുക്ക്. ഇപ്പൊ കയറി ആരെ കിട്ടും നോക്കാം നമുക്ക്. ലൊട്ടയിൽ കയറി നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ lota.lol നമ്മളെ സൈറ്റ്. ഇതാ ഇതിലിപ്പൊ നമ്മളെ കാണാൻ പറ്റും. ഇപ്പൊ ഒരാളെ ഞാൻ സമയം പോകാൻ ഇടാൻ വെച്ചിരിക്കല ലൊട്ടയില്. നല്ല രസാ. താങ്ക് യു. നമുക്ക് പെണ്ണുങ്ങളെ കിട്ടുമോ നോക്കാം. പെണ്ണുങ്ങളെ കിട്ടുമോ? ഹായ് ബ്രോ. ഇതിലിപ്പോ പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ആരെയും കിട്ടുന്നില്ലല്ലോ. പെണ്ണുങ്ങളൊന്നും ഇല്ലാടെ ഇതില് ലൊട്ടയിലിപ്പോ? ഓനതിനിറങ്ങിയതാ. ഓനാ പരിപാടിക്ക് ഇറങ്ങിയതാ. നമുക്ക് ഒരാളും കൂടി സംസാരിച്ചിട്ട് നമുക്കിത് അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഇതെന്താ മൊബൈൽ ഷോപ്പിലാ? ഞാൻ പണ്ട് മൊബൈൽ ഷോപ്പിൽ പണിയെടുത്തിട്ടുണ്ട്. എടാ ഓക്കെ മതി. ഇത് കട്ട് ചെയ്താ ആ ലാസ്റ്റ് സംസാരിച്ച ആളും കൂടി മതി. അപ്പൊ ഓക്കെടാ, ബൈ. പരിപാടി ഉണ്ട്. ഓക്കെ. തൊപ്പിനെ പോലെ ഉണ്ട്. ആരാ എന്നെ പോലുള്ള? ഞാൻ ഇന്റർവ്യൂ എടുത്തു പുള്ളിയുടെ. എന്താ പേര്? റിഷ്ണ പേര്. അപ്പൊ കാര്യം കൊറേ ഞാൻ മൂപ്പരെടുത്ത് ഇന്റർവ്യൂല് എന്താ ചോദിച്ചു. അപ്പൊ പറഞ്ഞു തൊപ്പി എന്റെ ഏട്ടനാ പറഞ്ഞു. ഞാൻ ശരിക്കും വിശ്വസിച്ചോനാണ്. ഞാൻ വിശ്വസിച്ച് അത് കണ്ടിക്കണോ? പിന്നെ എല്ലായിടത്തും പോയിട്ട് പറയുന്നുണ്ട് തൊപ്പീന്റെ അനിയനാന്ന് പറയുന്നുണ്ടല്ലോ. എല്ലായിടത്തും പോയിട്ട് എടാ റിഷ നല്ല കൈവ കിട്ടും. കേട്ടില്ല? അല്ല, ഏകദേശം ഒരേപോലെയൊക്കെ ഉണ്ട്. കുറച്ച് ഒരു സാമ്യമുണ്ട്. അപ്പൊ ഇവിടെയാണ് ഗെയിമിങ്ങിന്റെ ഏരിയ അല്ലേ? അതെ. ഈ ലൈറ്റ് കിട്ടാൻ വേണ്ടി വെച്ചേക്കണേണോ? ലൈറ്റ് കിട്ടാൻ വേണ്ടില്ലാണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ലൈറ്റ് വെക്കുക. ഈ ലൈറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടി വെച്ചാന്നോ ഇവള് ചോദിക്കുന്നത്. എന്തൊരു ചോദ്യം. നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ടേക്ക് പോവാം. ഈ കാർ എന്താ? ഇത് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ കാറാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു 10 എത്രയോ പീസ് ഉണ്ട്. ഇതിന് എത്ര പീസ് ഉണ്ടാ? ഇതിന്റെ ഓരോ ഇതും ഇല്ലേ? ഇപ്പൊ ഇത് തന്നെ പീസാക്കിട്ട് 4 പീസാക്കാൻ പറ്റും. മനസ്സിലായി? അപ്പൊ ഈ കാറ് മൊത്തം ഒരു 2000 പീസോ അങ്ങനെ 2000-2500 പീസ് കുഞ്ഞു പീസുകൾ. 3000 ആണോ? 3000 പീസുകൾ കുഞ്ഞു പീസുകൾ യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയ എന്റെ ഡ്രീം കാർ ഇത്. സംഭവം എന്ന് വെച്ചാൽ പോർഷെ 911 എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഡ്രീമാണ്. അടുത്ത വർഷം ആകുമ്പോഴേക്ക് ഒരു 911 ഇറക്കണം എന്നാണ് എന്റെ ആഗ്രഹം. എനിക്ക് അറിയില്ല നടക്കുമെന്ന്. അത് ഒരു 10-12 മണിക്കൂർ എടുത്തിട്ട് ഒരു പുള്ളി ചെയ്തതാ. എനിക്ക് വേണ്ടി ചെയ്തതാ. ഗിഫ്റ്റ് തന്നതാ. കണ്ടോ? MRG തന്നിട്ടുണ്ടോ? പിന്നെ ഇതിങ്ങനെ എടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? നിനക്ക് 911 ഇഷ്ടാ? അടിപൊളിയല്ലേ? നിന്റെ ഡ്രീം കാർ ഏതാ? അങ്ങനെയൊന്നും ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല. എനിക്ക് റോൾസ് റോയ്സ് ഇഷ്ടമാണ്. റോൾസ് റോയ്സ് അത്രയും വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ? ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ പോയപ്പോ വാങ്ങിയതാ. ഇങ്ങനത്തെ ഇവിടെയുള്ള ഫ്രെയിമുകളെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിച്ചതാ. പിന്നെ എല്ലാം പിന്നെ ഇത് TV. പിന്നെ ഇത് ഗിഫ്റ്റ് കിട്ടിയോ? ഇതാരാ വരച്ചത്? വിഷ്ണു കേക്ക് എന്ന് പറഞ്ഞൊരു പുള്ളി വരച്ചിട്ട് എനിക്ക് ലൈവിന്റെ അടിയിൽ കൊണ്ടു തന്നതാ. അതെ. നമ്മള് ഇപ്പൊ TV അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. നമ്മൾ കൂടുതലും ഞാൻ എല്ലാരെയും കൊണ്ട് മാക്സിമം ഇവരെ കൊണ്ടൊക്കെ കണ്ടന്റ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ റീൽസോ അല്ലെങ്കിൽ കാര്യങ്ങളോ. ഇപ്പം ജാസിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ജാസിക്ക് അടുത്ത് ലൈവ് സ്ട്രീമിലേക്ക് വരാൻ ആഗ്രഹമുള്ള ജാസി വാടാ. ഹായ് ജാസി. ഞാൻ മമ്മൂനെ സ്ട്രീമർ ആക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ നടന്നില്ല. നടന്നില്ലല്ലോ. മമ്മൂന്റെ സ്ട്രീമെല്ലാം ഭയങ്കര സക്സസ് ആ. പക്ഷെ മമ്മൂക്ക് ചെയ്യാൻ അറിയില്ല, ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളൊരു മൈൻഡ്. പക്ഷെ ഇവൻ അങ്ങനെയല്ല. ഇവന് സ്ട്രീം ചെയ്യാൻ നല്ല താല്പര്യമുണ്ട്. അപ്പൊ അടുത്ത ഇവനെ സ്ട്രീമറാക്കി മാറ്റാനാണ് എന്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ആരെ കൊണ്ടും TV കാണാനോ അങ്ങനെയുള്ള സമയം ഇങ്ങനെ TV കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെറുതെ ടൈം വേസ്റ്റ് ഇതാക്കാൻ വേണ്ടി ഞാൻ ആരും സമ്മതിക്കില്ല. ഇവിടെയുള്ള ഇപ്പം 8 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ 8 മെമ്പേഴ്സിനോടും മാക്സിമം മോട്ടിവേഷൻ കൊടുത്ത് ഇവൻ അടുത്ത മാസം സ്ട്രീമിങ് തുടങ്ങും.
പിന്നെ ബാക്കിയുള്ളവർക്ക് എൻഗേജ് ആവും. നമ്മളിപ്പോ എന്തെങ്കിലും വെറുതെ ഇരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പറയും ഇങ്ങനെ പോരാ കാര്യം, നമുക്ക് ഒരു അലസായിട്ട് നിൽക്കൂലേ. അപ്പൊ നമ്മളെ ഏജും കാര്യമൊക്കെ അങ്ങനെ. മുന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഈ സോഫ എടുത്ത് ഈ ടിവിന്റെ മുന്നിൽ ഇടാൻ കാരണം എന്ന് വെച്ചാൽ മുന്നേ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടായിരുന്നു, അതായത് ഇങ്ങനെയായിരുന്നു സോഫ. അപ്പൊ എല്ലാരും ഇരുന്ന് ഫുൾ ടൈം ടി വി ആണല്ലേ, ഫുൾ ടൈം, അതായത് 3-4 ദിവസം ഇങ്ങനെ ഫുഡ് കഴിക്കലും ടി വി ആണെങ്കിലും മാത്രമാണ്. അപ്പൊ പിന്നെ ടി വി എന്നുള്ള പരിപാടിയെ നമ്മൾ നിർത്തി, അതിന്റെ മുന്നിൽ കൊണ്ടുപോയി സോഫ ഇട്ടു. ഇപ്പൊ നമ്മള് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യിപ്പിക്കാൻ ഞാൻ മാക്സിമം റീൽസ് എടുക്കട്ടെ. നമ്മളിപ്പോ അധികം പ്രൊഡക്റ്റീവായി റീൽസ് ക്രിയേറ്റീവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊന്നും പറയാൻ പറ്റൂല, പറയുന്നൊന്നും കേൾക്കുന്നൊന്നുമില്ല സ്റ്റിൽ. പക്ഷെ ഞാൻ സെറ്റ് ആക്കും. വന്നപ്പോ തൊട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇവനെല്ലാം വീഡിയോസ് എല്ലാം എടുത്ത് എഡിറ്റ് സ്വന്തമായിട്ട് എഡിറ്റ് ഒക്കെ ചെയ്യും. ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും. ഫ്രീഡം നമുക്ക് എപ്പം തരും. അപ്പൊ അവിടെ തൊപ്പിയുടെ പേര് കാണുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അതാണ് തൊപ്പിയുടെ റൂം. അത് വെറുതെ ഇപ്പൊ ഇവിടെ ഇപ്പൊ 4 റൂമുണ്ട്, 4 റൂമിന്റെ മുന്നിൽ ഇങ്ങനെ ഓരോ പേര് എഴുതി വെച്ചിന്. ഇതിപ്പോ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നോക്ക്, MRG തൊപ്പി നോക്ക്. ഇതാണ് എന്റെ റൂം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തൊപ്പി കൂടുതലും ഈ റൂമിലാണോ? ഈ റൂമിലല്ല, ഞാൻ കൂടുതൽ ഈ റൂമിലല്ല. അപ്പം ഇതെന്താ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, കുറച്ച് ഗിഫ്റ്റ് കിട്ടിയ സാധനങ്ങള്. പിന്നെ ഇതെന്താ, ഇതെല്ലാം ഞാൻ ഈജിപ്തിൽ നിന്ന് വാങ്ങിയ പെയിന്റിങ്സ് അല്ല ഇത് സംഭവം, മറ്റേ സംഭവം. ഇതാ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ അതെ എന്റെ കാറിന്റെ സെയിം സാധനം റെപ്ലിക്ക ഒരാൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കാർ ബെല്ലടിച്ച് വരും. അതായത് അവരിങ്ങനെ ഓരോ ഗിഫ്റ്റ് ആയിട്ട് വരും. ഇതെല്ലാം ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാ, ഇത് ഗിഫ്റ്റ് കിട്ടിയതാ. ഇത് ഹാർലി ഡേവിഡ്സന്റെ ആ ബ്രാൻഡിന് അവരെ കമ്പനി തന്നെ ഇറക്കുന്ന ടോയാ. ഇതെനിക്ക് ഹാർലി ഡേവിഡ്സന്റെ വലിയ ഫാൻ ഒന്നല്ല ഞാൻ, പക്ഷെ അവര് മേടിച്ച സ്നേഹത്തോടെ തന്നു. അതുകൊണ്ട് ബൈക്ക് MT ആയിരുന്നു. പിന്നെ ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ, ആഗ്രഹമല്ല, ഞാൻ ചിലപ്പോ എടുക്കും നിഞ്ചന്റെ Z900 എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ട്, അറിയാമോ? നല്ല അതെന്റെ ഒരു ഇത് ഇൻ കേസ് ഓഫ് എമർജൻസി. ഇതും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതല്ല ഒറിജിനൽ, ഇത് മറ്റേ 1 കിലോന്റെ സ്വർണ്ണക്കട്ട, 1 ലക്ഷം രൂപ, ഇതെല്ലാം ഒറിജിനൽ. അത് വേണം എടുത്തോ, നീ എടുത്തോ, നിനക്ക് ഞാൻ തന്നിരിക്കുന്നു. എടുത്തോ. അല്ല ഒറിജിനൽ അല്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമല്ല, അടിപൊളിയാ. അപ്പം പിന്നെ ഉള്ളത് ഹോട്ട് വീൽസ് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഗിഫ്റ്റ് തന്നോണ്ട് ഞാൻ മേടിച്ചു വെച്ചാൽ അത് പോർഷ. പിന്നെന്താ, പിന്നൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അലമാര ഒന്നും തുറക്കാൻ പറ്റില്ല. എന്റെ ലോക്കർ ഒന്നും ചോദിക്കരുത് പ്ലീസ്. വേറെ എന്താണ് ഇല്ല ഞാൻ ഒരു കാര്യം പറ്റേ, ഞാൻ അധികം ഇവിടെ ഉണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം ഇത് ഗ്യാങ് ഹൗസ് ആണ്, ഇത് MRG ഗ്യാങ് ഹൗസ് ആണ്. എന്റെ പേഴ്സണൽ അപ്പാർട്ട്മെന്റ് അവിടെ ഉണ്ട്, പക്ഷെ ഞാൻ അധികം പോലില്ല. അത് എന്തൊക്കെ അറിയണം. എന്നാ പോവാ, പക്ഷെ ക്യാമറ പറ്റൂല. അപ്പൊ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നത്, ടെഡ്ഡി ബിയർ ആരോ വെച്ചത് എനിക്ക് അറിയില്ല. ഇത് ആരോ വെച്ചതാ, മുനു ആയിരിക്കും. ഇത് ആരാണ് ടെഡ്ഡി ബിയർ? ടെഡ്ഡി ലവർ മുനു വെച്ചതാ. പിന്നെ ഓക്കെ പിന്നെ ഒരു സാധനം ഉണ്ട്, ഇതാണ് പൊട്ടിപ്പോയതല്ല, പൊട്ടിച്ചതാ. ഇത് എന്റെ ഗെയിമിംഗ് അവാർഡാണ്. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയ അവാർഡാ ഇത്, കേട്ടോ. അതായത് ഇന്ത്യയിലെ ബെസ്റ്റ് സ്ട്രീമർ എന്നുള്ള ലെവലില് ഞാൻ അത് യൂട്യൂബ് പ്ലേ ബട്ടൺ ഞാൻ സ്വന്തമായിട്ട് പൊട്ടിച്ചത്. ഇത് അതിന് ശേഷം എന്റെ പ്രാന്തൊക്കെ മാറിക്കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടുന്നത്. ഇത് ഇവിടെ വേറൊരു പുതിയ പ്രാന്തം വന്നിട്ടുണ്ടല്ലോ, മമ്മു എന്ന് പറഞ്ഞിട്ട്. ഇവൻ ഇഞ്ചിയും പച്ചമുളകെല്ലാം ചതക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു, അങ്ങനെ പൊട്ടിയതാ. ഇല്ല പക്ഷെ സ്റ്റിൽ കുഴപ്പമില്ല, ഇത് അവാർഡ് തന്നെയാണല്ലോ, പൊട്ടിയെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. അപ്പൊ